ന്യൂസിലാൻഡുമായിട്ടുള്ള T20 പരമ്പരയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ബാറ്റിംഗിൽ ക്ലച്ച് പിടിക്കാതെ പാടുപെടവേ ഇതിന് പിന്നിലെ കാരണം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് കേട്ടോ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ സഞ്ജുവിനെ വലയ്ക്കുന്നത് എന്നും അതെന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയോട് പറയുകയുണ്ടായിട്ടാ. ന്യൂസിലാൻഡുമായിട്ട് നടന്ന കളികളിൽ മൂന്നെണ്ണത്തിലും 1-10, 1-6, 1-0 ഇങ്ങനെയായിരുന്നു കേട്ടോ സഞ്ജുവിൻ്റെ സ്കോറുകൾ. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു സഞ്ജു കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ലോകകപ്പ് പ്ലേയിങ് 11 സഞ്ജുവിൻ്റെ സ്ഥാനവും സംശയത്തിലായിരിക്കുന്നത്. മിന്നുന്ന ഫോമിലുള്ള ഇഷാൻ കിഷാനാണ് ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കീപ്പർ സ്ഥാനത്തേക്ക് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. സഞ്ജു സാംസൺ ഇപ്പോൾ പ്രധാനമായിട്ടും രണ്ട് പ്രധാന ദൗർബല്യങ്ങളാണ് ഉള്ളത്. അത് കാരണമാണ് സഞ്ജുവിൻ്റെ പ്രകടനം പുറത്തെടുക്കാൻ പറ്റാത്തത് എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ വന്നിട്ട് ബാറ്റിങ്ങിൽ വരുന്ന സാങ്കേതിക പിഴവ് കാരണവും രണ്ടാമത്തേത് വന്നിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫാസ്റ്റ് ബോളർമാരുടെ വേഗതയിൽ വരുന്ന വേരിയേഷനുകൾ സഞ്ജു സാംസണിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്ത വേഗതയിൽ എറിയുന്ന ഫാസ്റ്റ് ബോളർമാരാണ് അദ്ദേഹത്തിന് പണി കൊടുക്കുന്നത് എന്നും 140ഓളം സ്പീഡ് എറിയുന്ന ബോളർമാർ പെട്ടെന്ന് സ്ലോവറൊക്കെ എറിയുന്ന സമയത്ത് അത് സഞ്ജുവിന് പ്രത്യേകിച്ച് പണി കൊടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പക്ഷേ 130 കിലോമീറ്റർ ലെവലിലൊക്കെ എറിയുന്ന ബോളർമാരെ അത്യാവശ്യം അറ്റാക്ക് ചെയ്തിട്ട് സഞ്ജുവിന് എന്നും കളിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്സിൽ കൂടുതലും വേരിയേഷൻ വരുന്ന ബോളുകൾ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സഞ്ജുവിന് കുറച്ച് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക പ്രശ്നമാണ്. തൻ്റെ പ്ലേയിങ് 11 വേണ്ടിയിട്ടുള്ള പ്രഷറും അതേപോലെ തന്നെ ലോകകപ്പിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്ലേയിങ് 11 പ്രഷറും ഇതൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഗില്ല് വരുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 1 ഡൗൺ മുതൽ താഴെ 7ാമത് പൊസിഷൻ വരെ അദ്ദേഹം മാറി കളിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഞ്ജു സാംസണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 3 ഏതെങ്കിലും ഒരു പൊസിഷനാണ്. ആ പൊസിഷനിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിന് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് കേട്ടോ.